ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിട്ടുള്ള പത്മകുമാർ പറഞ്ഞു നിർത്തിയെടുത്തെന്ന് വേണം നമുക്ക് തുടങ്ങാൻ. പത്മകുമാർ ഇതുവരെ വെളിപ്പെടുത്തിയ ചില സത്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഇടത് സർക്കാർ സ്ത്രീ പ്രവേശനത്തിന് രഹസ്യ നീക്കം നടത്തി മാസപൂജയ്ക്ക് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, പ്രളയകാലത്ത് ആനത്തോട് ഡാമിൽ നിന്ന് ഒഴുകി വന്ന 1,00,000 ടൺ മണൽ നീക്കുന്നത് സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ ദേവസ്വം ബോർഡ് അറിയാതെ തീരുമാനിച്ചു എന്നുള്ളതാണ്. മൂന്നാമത്തേത്, പോലീസ് മേധാവിയും ചീഫ് സെക്രട്ടറിയും ഇതിനായി ഹെലികോപ്റ്ററിൽ പല മേഖലകളിൽ പരിശോധന നടത്തിയത് അടക്കമുള്ള തെളിവുകൾ കൈവശമുണ്ട് എന്ന് പറയുന്നു. മറ്റൊന്ന്, നാലാമത്തേതായിട്ട്, ശബരിമല മേൽശാന്തിക്കായി താൻ നിർദ്ദേശിക്കുന്ന വ്യക്തിയെ നിയമിക്കണമെന്ന് മന്ത്രി ലെറ്റർപാഡിൽ നൽകിയ കത്തും പക്കലുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ രജിസ്റ്ററിൽ ചെമ്പുപാളിയെന്ന് എഴുതിയത് മറ്റാരോ ആണ്. അതിൽ ഒപ്പിടാൻ താൻ നിർബന്ധിതനായതാണ്. ഈ കൈപ്പട കൂടുതൽ പരിശോധിക്കണമെന്നും SITയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇതുവരെയും കേട്ടതും കണ്ടതും ഒക്കെയും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. എന്നാൽ അതേപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് പ്രളയകാലത്ത് ആനത്തോട് ഡാമിൽ നിന്ന് ഒഴുകി വന്ന 1,00,000 ടൺ മണൽ നീക്കുന്നത് സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ ദേവസ്വം ബോർഡ് പോലും അറിയാതെ തീരുമാനമെടുത്തുന്നുള്ളത്. ഇതിന് പോലീസ് മേധാവിയും ചീഫ് സെക്രട്ടറിയും ഒക്കെ ഹെലികോപ്റ്ററിൽ ഈ മേഖലകളിൽ പരിശോധന നടത്തിയതിന്റെ തെളിവുകൾ അടക്കം കയ്യിലുണ്ട് എന്നും പത്മകുമാർ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പത്മകുമാർ ഇത്രയുമൊക്കെ പറയുമ്പോൾ ഈ ആനത്തോട് ഡാമിൽ നിന്ന് വരുന്ന ഈ മണൽ കടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിസാര ലാഭം മാത്രമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളൊന്നും അതിനു വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കില്ല. ഹെലികോപ്റ്ററിലൊക്കെ പോയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര കോടി അല്ലെ, എത്ര ലക്ഷവുമല്ല കോടി രൂപയുടെ ലാഭം ഉണ്ടാകും എന്നുള്ളത് മാത്രം നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി. പത്മകുമാർ എന്ന് പറയുന്ന നേതാവിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിനെതിരെ ഇപ്പോൾ പാർട്ടി സസ്പെൻഷനിൽ നടപടി ഒതുക്കിയിരിക്കുകയാണ്. കാരണം പത്മകുമാറിനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതും ഇത്തരത്തിൽ പുറത്തു വരും എന്നുള്ളത് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ന്യായീകരണത്തിനായിട്ട് പറയാം, പത്മകുമാറിനെ ഇപ്പോ എന്ത് ചെയ്യാനാണ്, പത്മകുമാറിന് ഇപ്പോ ജയിലിൽ പോയി കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഓർത്തിട്ടാണ് എന്നൊക്കെ പറയാം. എന്നാൽ അതിനുമൊക്കെ അപ്പുറം പത്മകുമാറിന് പാർട്ടിയോടുള്ള ചില കണക്കുകൂട്ടലുകളുണ്ട്. കാരണം പത്മകുമാറിന് ചെയ്തു തീർക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ പത്മകുമാർ ഉദ്ദേശിച്ചിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുമ്പേ പത്മകുമാറിനെ നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്തതിന്റെ പല ഗൂഢമായിട്ടുള്ള പദ്ധതികളും ഒക്കെ ഇതിന് പിന്നിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് മുഴുവൻ ദൈവതുല്യൻ എന്ന് ഉപയോഗിച്ച വാക്കാണ്. ദൈവതുല്യം എന്ന് പറഞ്ഞ വാക്ക്, ആ വാക്കിന്റെ പുറത്ത് സത്യത്തിൽ എല്ലാ മാധ്യമങ്ങൾക്കും താല്പര്യം ഉണ്ടായിരുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ, അന്നത്തെ മുഖ്യമന്ത്രിയെ ഒരു പിൻ പോയിന്റിൽ നിർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം വല്ലാത്തൊരു ദേഷ്യം പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനോട്, മുഖ്യമന്ത്രിയോടൊക്കെ മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് നമ്മൾ എത്ര വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും അതല്ലാതെ ആകുന്നില്ല. പിണറായി വിജയന്റെ ധാർഷ്ട്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രീതിയോ പ്രകൃതമോ ഒക്കെ ആയിരിക്കാം അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഒന്നും ന്യായീകരിക്കുകയല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ഈ പറയുന്ന ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ പറയുന്ന തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളും ഒക്കെ അന്വേഷിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദൈവതുല്യൻ എന്തുകൊണ്ട് തന്ത്രി ആയിക്കൂടാ എന്നുള്ള ചോദ്യവും ഉയരുന്നില്ലേ? പലരുടെയും സൃഷ്ടിയാണ് പിണറായി വിജയൻ. എന്ത് കാര്യം പറഞ്ഞാലും അതിലേക്ക് പിണറായി വിജയന്റെ പേര് വലിച്ചിഴക്കുക എന്നുള്ളത് നമുക്കറിയാം. പല കേസുകളും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ ദൈവതുല്യൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിൽ തട്ടി എല്ലാവരും പിൻ പോയിന്റിൽ നിർത്തിയിരുന്നത് പിണറായി വിജയനാണ്. എന്നാൽ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു വട്ടമെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ദൈവതുല്യന്മാർ അല്ലെ ഒരുപാട് പേരുണ്ടായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് ആലോചിച്ചു നോക്കണം. ആ സമയത്തുണ്ടായിരുന്ന സകല ആരോപണങ്ങളിലും പിണറായി വിജയന്റെ പേര് ഇല്ലാതെ പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത.
നമുക്ക് പറയേണ്ടിടത്ത് പറയണം, പറയേണ്ടാത്തിടത്ത് പറയരുത്, അല്ലെങ്കിൽ നമ്മൾ ചില വൈരാഗ്യങ്ങളോ ഒക്കെ തീർക്കാൻ വേണ്ടി പറയരുത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോ പത്മകുമാറിന്റെ വായിൽ ഒരുപക്ഷെ പിണറായി വിജയന്റേത് അടക്കമുള്ള പേരുകളിലേക്ക് പോകാവുന്ന പല തെളിവുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഒരു പേരിൽ ഊന്നിക്കൊണ്ട് മാത്രം ചില കാര്യങ്ങളെ ഫോക്കസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സത്യത്തിൽ പുറത്തു വരേണ്ടുന്ന ചില മുഖങ്ങൾ ഉണ്ടാകാം. ഈ മുഖങ്ങളൊന്നും പുറത്തു വരാതെ ഈ ഒരു പേരുകാരന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ടാകും. സത്യത്തിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഈ മുഖംമൂടി അണിഞ്ഞിരിക്കുന്ന ആളുകൾ തന്നെയായിരിക്കാം. അപ്പോ ഈ പറയുന്ന പോലീസ് മേധാവിയും ചീഫ് സെക്രട്ടറിയും ഒക്കെ ഹെലികോപ്റ്ററിൽ അടക്കം ഈ മേഖലകളിലൊക്കെ പരിശോധന നടത്തി എന്ന് പറയുമ്പോൾ ശബരിമല കൊള്ളയെ പോലെ തന്നെ വലിയ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന, വലിയ കോടികൾ പോക്കറ്റിൽ വന്ന് വീഴാൻ കഴിയുന്ന തരത്തിലുള്ള നീക്കം അവിടെ മറ്റു ചില മേഖലകളിൽ കൂടി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്മകുമാറിന്റെ ലക്ഷ്യം അവിടെ മാറ്റിവെച്ചാൽ പോലും പത്മകുമാർ എന്ന് പറയുന്ന CPM പ്രവർത്തകർ അല്ലെങ്കിൽ CPM നേതാവിന്റെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ പോലും ഇത് വലിയ രീതിയിലുള്ള അഴിമതിയിലേക്കും ജനങ്ങളുടെ കണ്ണുകെട്ടി അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ പോവുകയാണ്. ഇനി പത്മകുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റാരെങ്കിലും കളിക്കുന്ന കളിയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം മറച്ചു വെക്കാനുണ്ടോ? നമ്മൾ പലപ്പോഴും ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഇതിന് പിന്നിലുണ്ടായിട്ടുള്ള കാര്യം ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കേണ്ട, അല്ലെ, ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ലൈവായി പോയിക്കൊണ്ടിരിക്കുന്ന കാലികമായിട്ടുള്ള വലിയ വിഷയങ്ങൾ ഉണ്ടാകാം. ആ വിഷയങ്ങൾ മറഞ്ഞു പോവുകയും ചെയ്യും. മാത്രമല്ല ചില ഡീലുകൾ നടക്കുന്ന സാഹചര്യങ്ങളും ഇത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ വരുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ ഇതിന് പിന്നിൽ എന്തോ മറ്റൊരു അജണ്ട കൂടിയുണ്ട്. ഈ അജണ്ട നടപ്പിലാക്കുകയാണ് പത്മകുമാർ ഇപ്പോൾ ചെയ്യുന്നത് എന്ന് കരുതിയാൽ പോലും നമുക്കതിൽ തെറ്റു പറയാനും സാധിക്കില്ല. അപ്പോ പത്മകുമാർ എന്ന് പറയുന്ന നേതാവിന് പത്മകുമാറിന്റെ ഒരു ലൈഫ് സ്റ്റോറി എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചില്ലറ കളിയൊന്നും കളിച്ചിട്ടുള്ള ആളല്ല. VS പക്ഷമായിരുന്ന ജില്ലയെ പിണറായി പക്ഷത്തേക്ക് നയിച്ച പത്മകുമാർ എന്നും നേതൃത്വത്തിന് പ്രിയപ്പെട്ട ആള് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് കരിയർ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി പഠനകാലത്താണ് SFIയിൽ ചേർന്ന് പ്രവർത്തനം തുടങ്ങുന്നത്. പിന്നീട് ചങ്ങനാശ്ശേരി കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ തിരുവല്ല കേന്ദ്രീകരിച്ച് SFIയുടെ പ്രവർത്തനം നടത്തി. ആ സമയത്താണ് പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നത് പോലും. ജില്ല രൂപീകൃതമായതിന്റെ അടുത്ത വർഷം മുതൽ ജില്ലാ കമ്മിറ്റി അംഗമാണ്. തുടർച്ചയായിട്ട് 42 വർഷം. ഇതിൽ കഴിഞ്ഞ സമ്മേളനം വരെ 32 വർഷത്തോളം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു. 33-ാമത്തെ വയസ്സിൽ 91-ൽ കോന്നി MLA ആകുന്നു. സഹകരണ ഗ്യാരണ്ടി ബോർഡ് വൈസ് ചെയർമാൻ, ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം ഡയറക്ടർ തുടങ്ങിയ നിലകളിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. 96-ൽ കോന്നിയിലും 2001-ൽ ആറന്മുളയിലും തോൽവിയും സംഭവിക്കുന്നുണ്ട്. ആറന്മുള നാൽക്കാലിക്കൽ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരിക്കെ അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ കാർഷിക വായ്പ എടുക്കുകയും തിരിച്ചടക്കാതിരിക്കുകയും ചെയ്തെന്ന കേസിൽ അകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്ന ഇടതു സർക്കാരിന്റെ കാലത്ത് കേസിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. CPMൽ വിഭാഗീയത തലമുക്കിയ സമയത്ത് ജില്ലയിലെ ഭൂരിപക്ഷം നേതാക്കളും VSനൊപ്പം നിന്ന് അന്ന് ജില്ലയിൽ പിണറായി പക്ഷത്തുള്ള പ്രധാന നേതാവായിട്ട് പത്മകുമാർ മാറുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തോന്നും ഇത് പിണറായിയെ രക്ഷിക്കാനോ അല്ലെങ്കിൽ പിണറായിയെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്താനോ വേണ്ടിയുള്ള പത്മകുമാറിന്റെ ചില അടവുകളാണ് എന്നുള്ളത്. എന്നാൽ അതല്ല, ചില കൃത്യമായ അജണ്ടകൾ പത്മകുമാറിന്റെ ഈ വെളിപ്പെടുത്തലോടുകൂടി തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അത് അധികം വൈകാതെ തന്നെ കേരള ജനതയുടെ മുൻപിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതൊരു പക്ഷെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളുമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയൊരു ഡീല് ഇതിനിടയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും ചില വെളിപ്പെടുത്തലുകളൊക്കെ വരുമ്പോൾ നമുക്കറിയാം പല ഡീലുകളും നടക്കുന്ന കാലഘട്ടം കൂടിയായിട്ട് അത് മാറാറുമുണ്ട്. പിന്നീട് വരുന്ന കാലഘട്ടത്തിലാണ് ഈ ഡീൽ എന്തായിരുന്നു എന്നും ഇവരെന്തൊക്കെയാണ് കേരള ജനതയുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ചെയ്തത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കാത്തിരിക്കാം പത്മകുമാറിന്റെയും CPMന്റെയും ഒക്കെ അജണ്ട എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ.